ഹായ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഈ ഓയിൽ ആൻഡ് ഗ്യാസിനെ കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്ത് ഗൂഗിളിലും കുറേ വീഡിയോ ഒക്കെ കണ്ട് കാണും. അത് കഴിഞ്ഞിട്ട് അതിൽ ഒരു വീഡിയോ ആയിട്ടായിരിക്കും ചിലർ ഇത് കാണുന്നത്, ചിലർ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്. ഫസ്റ്റ് വീഡിയോ തന്നെ ഇതായിരിക്കും. അപ്പോൾ ഇതൊരു നെഗറ്റീവ് വീഡിയോ ആണെന്ന് ചോദിച്ചാൽ ഇത് നെഗറ്റീവ് വീഡിയോ ആണെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പോസിറ്റീവായിരിക്കും പറയുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും. 6 മന്ത് കോഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും, ലൈഫ് സെറ്റിൽ അതായതെന്ന് കുറേ വീഡിയോ ഒക്കെ കണ്ടു പോയി എടുക്കുന്നവർ ഈ വീഡിയോ കൂടെ ഒന്ന് കാണുക. അതായത് ഇത് ഞാൻ ബേസിക്കലി ഫസ്റ്റ് ഓഫ് ഓൾ ഇതും കൂടെ പറഞ്ഞേക്കാം. ഇത് ബേസിക്കലി +2 കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ളവർക്ക് മാത്രമാണ്. അതായത് ഡിപ്ലോമ എടുക്കാത്തവർക്കും ബിടെക് എടുക്കാത്തവർക്കും ഉള്ള ഒരു വീഡിയോ ആണിത്. ഇത് ചില പിള്ളേരുണ്ട് +2 കഴിഞ്ഞിട്ട് ഇനി 6 മാസം ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് പഠിച്ചിട്ട് ഞാൻ റിഫൈനറി പോയി ലൈഫ് സെറ്റാക്കും എന്നൊക്കെ വിചാരിച്ചിരുന്ന ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല യഥാർത്ഥത്തിൽ കാര്യം. അതായത് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ 6 മന്ത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് ഫസ്റ്റിലേ അവിടെ ചെല്ലുമ്പോൾ അവർ പറയും, ഫസ്റ്റ് സംഭവം അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇത് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15,000 രൂപയ്ക്കകത്തെ സാലറി വരത്തുള്ളൂ. ഇതെല്ലായിടത്തും പറയും നിങ്ങളുടെ അടുത്ത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 15,000 രൂപയുടെ അകത്ത് വരുന്നുണ്ട്, പിന്നെ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ കൂടുമെന്ന് അവർ പറയും. ഈ ഒരു കാര്യം സത്യമാണെന്ന് ചോദിച്ചാൽ സത്യമാണ്. പക്ഷേ ഈ എക്സ്പീരിയൻസ് ആവുക എന്ന് വിചാരിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ തൊട്ട് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി എടുത്ത ജോലി തന്നെ പലയിടത്തും ആവണമെന്നില്ല. NDT വരും, QAQC വരും, MBP വരും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ തന്നെ ഈ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ അകത്തുണ്ട്. ഇത് നമ്മുടെ എങ്ങനെയാണ് പറയുന്നത്, വെൽഡിങ് ഇൻസ്ട്രക്ടർ വരും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, എഡ്ഡി കറണ്ട് ടെസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരിടത്ത് ചെന്ന് നിന്ന് പഠിക്കുന്ന ഈ കാര്യങ്ങൾ ഈ സെയിം കാര്യമായിരിക്കത്തില്ല ചിലപ്പോൾ അടുത്ത കമ്പനി ചെല്ലുമ്പോൾ നമ്മൾ പിന്നെയും പഠിക്കാൻ പോകുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഈ 6 മാസം കൊണ്ട് പഠിച്ച കോഴ്സ് കൊണ്ട് നിങ്ങളെല്ലാം പഠിച്ച് തീരുന്നില്ല. അതായത് ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ നിങ്ങൾ എത്രത്തോളം നിങ്ങളിത് എക്സ്പ്ലോർ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് ഇനി ഞാൻ മെയിൻ പോയിന്റിലോട്ട് വരാം. നിങ്ങൾ ഈ 6 മാസത്തെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി അവർ നൽകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ചെന്നൈ ആയിരിക്കും, അല്ലെങ്കിൽ ബാംഗ്ലൂർ ആയിരിക്കും. ഇത് ഈ +2 കഴിഞ്ഞവർക്ക് വേണ്ടി മാത്രമുള്ളവർക്ക് ആണ് ഈ പറയുന്നത്. പിന്നെ ഈ ബിടെക് ഒക്കെ കഴിഞ്ഞവർക്ക് ചിലർക്കൊക്കെ അതായത് വെളിനാട്ടിലോട്ടൊക്കെ ജോബ് നോക്കാം. അവർക്ക് ചിലപ്പോൾ ഇൻ്റർവ്യൂ വരും, അവർക്കൊക്കെ കയറി പോകാൻ പറ്റും, ചൈനയിലോട്ടൊക്കെ പറ്റും. അതായത് ഈ +2 കഴിഞ്ഞവർക്ക് പറ്റത്തില്ല എന്നല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അവർ ചോദിക്കുന്നത് പകുതിയും ഇപ്പോഴത്തെ ഇൻ്റർവ്യൂസ് ചോദിക്കുന്നത് ബിടെക് സർട്ടിഫിക്കറ്റും ഡിപ്ലോമ സർട്ടിഫിക്കറ്റും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ ഈ ആകപ്പാട് ഈ 6 മന്ത് ഡിപ്ലോമ കോഴ്സ് മാത്രമേ ഉള്ളല്ലോ. അപ്പോൾ അവർക്കൊന്നും ആ ഒരു റീസൺ കാരണമാണ് പറ്റത്തില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കും പറ്റും, വേണമെങ്കിൽ നിങ്ങൾക്ക് ചില തലവരെ ഉള്ളവർക്കൊക്കെ കിട്ടും, കിട്ടത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഈ ഓയിൽ ആൻഡ് ഗ്യാസ് പഠിക്കാൻ വരുന്നത് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ 100 കുട്ടികൾ കാണും. നിങ്ങളുടെ മുമ്പ് ബാച്ച് ചിലപ്പം 90 കുട്ടികൾ കാണും, അതിൻ്റെ ബാച്ച് അതിൽ കൂടുതൽ കാണും. നമുക്കത് അറിഞ്ഞൂടാമല്ലോ. ഇത് പഠിച്ചിറങ്ങി ഇവിടെ പിള്ളേർ ലൈനായിട്ട് നിൽപ്പുണ്ട്. പണ്ടത്തെ എഞ്ചിനീയറിങ്ങിൻ്റെ അവസ്ഥ ഈ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ സത്യം പറഞ്ഞാൽ. നിങ്ങൾ പിന്നെ ഈ ഡിപ്ലോമയും ബിടെക്കൊക്കെ ഉള്ളവർക്ക് മുൻഗണനയുണ്ട്. ഈ +2 ഉള്ള നമ്മളെയൊക്കെ ആര് നോക്കും ആ ടൈമിൽ? കമ്പനി നോക്കുന്ന ഏതാ? കമ്പനി നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെക്കാട്ടി കൂടുതൽ ഇച്ചിരിയും കൂടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഉള്ളവരെ ഫസ്റ്റിൽ അവർ ഇത് ചെയ്യത്തുള്ളൂ. ബട്ട് അതായത് ഈ +2 കഴിഞ്ഞവർ ഈ ഗുജറാത്തിലൊക്കെ പോയി റിഫൈനറി കയറി എക്സ്പീരിയൻസ് ആയവർക്കൊക്കെ ജോബ് കിട്ടത്തില്ല എന്നല്ല. പക്ഷേ അതിന് നമുക്ക് റിഫൈനറിയൊക്കെ ഡയറക്റ്റായിട്ട് കിട്ടാൻ പാടാണ്. അതാരും ഓപ്പണായിട്ട് പറയത്തില്ല. അതായത് പകുതിയും പേരും വിചാരിച്ചാൽ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിൽ പോയി കയറാം, അണ്ടർ വാട്ടർ അതാ പരിപാടി എന്നൊക്കെ വിചാരിച്ചിരുന്നത്. ഞാൻ ഫസ്റ്റ് അതായിരുന്നു വിചാരിച്ചത്, എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ കൂട്ടം അങ്ങനെ പോയി പെടാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. 70,000 രൂപ 40,000 രൂപ 50,000 രൂപയൊക്കെ ചിലവാക്കാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. പിന്നെ ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ റിഫൈനറി അറിയാവുന്ന ആൾക്കാരൊക്കെ കാണും, അവരുടെ റെക്കമെൻഡ് കയറാമെന്നുള്ളവർക്കൊക്കെ ഓക്കെ പോസിബിളാണ്. പക്ഷേ ഇതിൽ നമുക്ക് പകുതിയും പേർക്കും വലിയ ഇത് പിടിപാടൊന്നും ഇല്ലാത്തവരൊക്കെ എന്ത് ചെയ്യും? അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് നോക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ലൈഫ് ലോങ് നിങ്ങൾക്ക് 12,000 രൂപ 15,000 രൂപ വെച്ച് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ ഉറപ്പുള്ളവർക്ക് വേണ്ടി മാത്രം വേണമെങ്കിൽ പോയി എടുത്തോളൂ. അപ്പം നിങ്ങൾ ചോദിക്കും ഇത് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ സാലറി കൊടുത്തില്ല എന്ന്. ഞാൻ നിന്ന കമ്പനിയിൽ ഞാൻ ചെന്നിട്ട് ഒരു 6 മാസം കഴിഞ്ഞ് ചോദിച്ചു എക്സ്പീരിയൻസ് ആകുമ്പോൾ എത്ര രൂപ കൂടുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു 1 വർഷം നിന്ന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ 1,000 രൂപ കൂടും. അങ്ങനെ
ഞാൻ എത്ര വർഷം നിന്നാൽ എൻ്റെ 12,000 രൂപ 20,000 രൂപയിലേക്ക് എത്തിക്കാൻ നിൽക്കും. അതായത് അത്രയും വർഷം ഞാൻ അവിടെ നിന്ന് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യണം. ബട്ട് നമ്മൾ ഈ കോഴ്സ് പഠിക്കാൻ ചെല്ലുമ്പോൾ ഫുൾ AC ഒക്കെ ആയിരിക്കും. പക്ഷേ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ പട്ടിപ്പണി പിച്ചക്കാശ്. നിങ്ങൾ അവിടെ ചെന്ന് കോഴ്സ് പഠിക്കുമ്പോൾ ഫുൾ ACയുടെ അകത്ത് കയറുന്നു ഇറങ്ങുന്നു ഈ കാര്യങ്ങളല്ല. കഷ്ടപ്പെടാൻ ഒരു ആത്മബലം ഉള്ളവർക്ക് വേണ്ടി മാത്രം എടുക്കേണ്ട കോഴ്സാണിത്. ഏത് ഇതിലും നിൽക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രമേ ഇത് എടുക്കാവുള്ളൂ. അതും ഒരു കാര്യമാണ്. അതായത് ഏത് സിറ്റുവേഷനിലും ഞാൻ പിടിച്ച് നിൽക്കും, എങ്ങനെയൊക്കെ ഏത് കാലാവസ്ഥയായാലും പിടിച്ച് നിൽക്കും, അങ്ങനെയൊക്കെ ഉള്ളവർ ഇത് മെയിനായിട്ട് എടുക്കാവുള്ളൂ. അതും ഒരു റീസണാണ്. പിന്നെ ഈ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് വേണ്ടുന്നവർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ റിയാലിറ്റി ഇടുന്നതായിരിക്കും. ഞാൻ ഇത് ആരുടെയും കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടൊന്നും ഇടുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ രീതിയിൽ എൻ്റെ വീഡിയോ എഡിറ്റ് പറഞ്ഞുകൂടാ. ഞാനിത് ഈ വരുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ചാടാതിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. വേണ്ടുന്നവർ പറയുക. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. പോസിറ്റീവ് മാത്രം അറിഞ്ഞ് പോയി പെടുന്ന എന്തിനാ. അപ്പം ആവശ്യമുള്ളവർ പറയുക. അപ്പോൾ സെക്കൻഡ് വീഡിയോ വരുന്നതായിരിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ബാക്കിയും കൂടെ പറയുന്നതായിരിക്കും. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമായിരിക്കും സെക്കൻഡ് വീഡിയോയിൽ